ഹായ് വ്യൂവേഴ്സ്, ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത സൂര്യനാഞ്ചേരിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ വിളിക്കുന്ന കടച്ചക്ക എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. അത് കടച്ചക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത് ബ്രെഡ് ഫ്രൂട്ട് എന്നാണ്. അത് ഞാൻ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതൊരു ഹൈബ്രിഡ് ക്വാളിറ്റിയാണ്. അത് വച്ചിട്ടിപ്പോൾ ഒരു 3 വർഷം ആയിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ 3.5 വർഷമായിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഒരു 10-12 കടച്ചക്ക കിട്ടി. അത് വളരെ നല്ല സൈസാവുന്നതാണ്. അതുമാത്രമല്ല അതിൻ്റെ ഫ്ലഷ് വളരെ സോഫ്റ്റാണ്. വേവിച്ച് കഴിഞ്ഞ് നമ്മൾ ശരിക്കും പറഞ്ഞെങ്കിൽ മീറ്റ് മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചിക്കൻ മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു മീറ്റ് കഴിക്കുന്ന ടേസ്റ്റാണ്. അത്ര നല്ല ഇതാണ്. നമ്മൾ 1-2 പേർക്ക് ഞങ്ങൾ സുഹൃത്തുക്കൾ കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർ വളരെ വളരെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ വർഷം ഒരു ശിഖരത്തിൽ 2-3 വെച്ചുണ്ടാവാറുണ്ട്. അപ്പോൾ ഈ വർഷം അതുപോലെ തന്നെ ഒരു ശിഖരത്തിൽ 2 വെച്ച് 8-10 ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ലതാണ്, അധികം വർഷമായിട്ടില്ല. അതുപോലെ നല്ല ഇത് കിട്ടുന്നുണ്ട്, ഫലം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ഈ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള എനിക്കൊരു പ്രോത്സാഹനം തരിക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ. എന്നൊരു എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇതാണ് കടച്ചക്കയുടെ പ്ലാന്റ്. ഉണ്ട്, ഓരോ ശിഖരത്തിലും കാണുന്നുണ്ട്. നല്ല ഫ്രൂട്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ഉണ്ട്, 2 ഉണ്ടായിട്ടുണ്ട് അതിനകത്ത്. അത് ചെറിയ പ്ലാന്റ് കാണാൻ നല്ല ഇതാണ്. വലിയ ഓവർ സൈസ് വന്നിട്ടില്ല. കേട്ടോ, ഓരോ ശിഖരത്തിലും നല്ല ഭംഗിയുള്ള ശരിക്കും ഒരു വലിയ ചക്കയുടെ അതേ ഇത് തന്നെ ഉണ്ടോ. നല്ലതാണ്. അതിനകത്ത് ഒന്നും കളയാനില്ല. അതിൻ്റെ മുകളിലുള്ള മുള്ള് പോലുള്ള പുറം തൊലി മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പെട്ടെന്ന് വേവും ചെയ്യും. ഒരു ചെറിയൊരു സ്റ്റീം കൊടുത്താൽ മതി. കുക്കറിലാണെങ്കിൽ ഒരു സ്റ്റീം കൊടുത്താൽ മതി. ഞങ്ങളുണ്ടാക്കിയിട്ട് വളരെ ഇതാണ്. നല്ല ചെടിയാണ്. വളരെ ഭംഗിയുള്ളൊരു ഇതാണ്. എല്ലാ ശിഖരത്തിലും ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് വാങ്ങിച്ചു വയ്ക്കാവുന്നതാണ്. നമ്മൾ പിന്നെ ഒരു തെറ്റിദ്ധാരണയും ഒരു അന്ധവിശ്വാസമുണ്ട്. കടച്ചക്ക നമ്മൾ താമസിക്കുന്ന പുരയിടത്തിൽ വെച്ചാൽ വടം വന്ന് കയറുന്നൊക്കെ ഉള്ളത്. അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊരു വെജിറ്റബിൾ അല്ലേ, ഇതെല്ലാം പ്രകൃതിയിൽ ഉണ്ടാവേണ്ടതല്ലേ. അപ്പോൾ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അല്ലാണ്ട് ഈ അന്ധവിശ്വാസത്തിൽ പോയി ഞങ്ങൾ ചിലർ പറയും നാരകം വെച്ച മുടിയും നശിച്ചു പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒരു തെറ്റിദ്ധാരണ. ഞാൻ നാരകമൊക്കെ വെച്ചിട്ടുണ്ട്. നാരകം, ഓറഞ്ച് എല്ലാം വെച്ചിട്ടുണ്ട്. ഇതാണ് കടച്ചക്ക. നമുക്ക് ഏറ്റവും മുകളിലത്തെ ശിഖരത്തിൽ കണ്ടത് 2 ഉണ്ട്. അതുപോലെ ഓരോ ശിഖരത്തിലും 2 മിനിമം ഉണ്ടാകുന്നുണ്ട്. ഇതാണെങ്കിലാണ് നല്ല ഒരു ഇതാണ്. ഉണ്ടോ, പ്ലാന്റ് ഉണ്ടോ, എല്ലാ ശിഖരത്തിലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും എല്ലാം പറിക്കാൻ തുടങ്ങും. പറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ